ഗുഡ് മോർണിംഗ് ഗൈസ്. ബെങ്കിയിലെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് ആംസ്റ്റർഡാമിലാണ്. ആംസ്റ്റർഡാമിൽ ഞാൻ ചെക്ക് ഇൻ ചെയ്യുന്ന ഹോട്ടലാണിത്. വാങ്കോ എന്നാണ് ഈ ഹോട്ടലിൻ്റെ പേര്. ഞാനിപ്പോൾ രാവിലെ 8:30 എത്തി. എൻ്റെ ഹോട്ടൽ ചെക്ക് ഇൻ ഏകദേശം ഉച്ചയ്ക്ക് 2 മണിക്കാണ്. അപ്പോൾ ഞാനെന്ത് വെച്ചാൽ എൻ്റെ ലഗേജ് ഞാനിവിടെ വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ നേരെ പോകുന്നത് ഒരു വാക്കിംഗ് ടൂറുണ്ട് ഡാം സ്ക്വയറിൽ. അപ്പോൾ ഡാം സ്ക്വയറിലേക്കാണ് ഞാനിപ്പോൾ പോകുന്നത്. ഇവിടുന്ന് ട്രാം എടുത്തിട്ടായിരിക്കും പോകുന്നത്. ഇപ്പോൾ ഓൾറെഡി ഏകദേശം ഇപ്പോൾ ഒരു 9:30 മണിയായി. ഇവിടുന്ന് 10:30ക്കാണ് ടൂറ്. ഒരു 10:15 ഇവിടെ എത്തണം. പക്ഷേ ഇവിടുന്ന് അടുത്താണ് ഡാം സ്ക്വയർ. 2-3 സ്റ്റോപ്പ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നിർത്തിയത് ഹേഗിലാണ്. മധുര ഡാമിലും ബീച്ചിലൊക്കെ വിസിറ്റ് ചെയ്തിട്ട് താരക്കിൻ്റെ വീട്ടിൽ രാത്രി ഉറങ്ങി. ഹേഗിനോടും താരക്കിനോടൊക്കെ വിട പറയാൻ സമയമായി. പറയാതിരിക്കാൻ വയ്യ, അത്രയ്ക്ക് നല്ല ഹോസ്പിറ്റാലിറ്റി ആയിരുന്നു താരക്കിൻ്റെ അടുത്ത് കിട്ടിയത്. താരക്ക് പറഞ്ഞിരുന്നു കേട്ടോ, ഞാൻ വേണമെങ്കിൽ വരാം ആംസ്റ്റർഡാം കറക്കാൻ വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞു വേണ്ട, കാരണം ഞാൻ പല അട്രാക്ഷൻസിലേക്കാണ് പോകുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആൻ ഫ്രാങ്ക് മ്യൂസിയം, ഹെനിക്കൻ ടൂറ്, അങ്ങനെ ഒരുപാട് സ്ഥലത്തേക്കാണ് ഞാൻ പോകുന്നത്. ആ സമയത്തൊക്കെ താരക്ക് പുറത്ത് നിൽക്കേണ്ടി വരും. അതുമല്ല, അവൻ കാറിലാണ് വരുന്നതെങ്കിൽ ഭയങ്കര റേറ്റാണ് പാർക്കിംഗ് ചാർജസ് അവിടെ. ഞാൻ പറഞ്ഞു നീ എന്തായാലും വരണ്ട, ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം. അങ്ങനെ ഇപ്പോൾ ഞാനുള്ളത് ഹേഗ് റെയിൽവേ സ്റ്റേഷനിലാണ്. ആംസ്റ്റർഡാം സെൻട്രലിലേക്ക് പോവുകയാണ്. ടിക്കറ്റ് ഞാൻ ഹേഗ് റെയിൽവേ സ്റ്റേഷനിലാണ് എടുത്തത്. 13.8 യൂറോ ആണ് ചാർജ് കേട്ടോ. ഇപ്പോൾ ഇവിടുന്ന് ഒരു ട്രെയിൻ ഉണ്ട്. ഇപ്പൊ സമയം 8 മണിയാണ്. ആ ട്രെയിന് ലോപ്പൻ എന്ന് പറഞ്ഞൊരു സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് എനിക്ക് മാറിക്കയറണം. പക്ഷെ ട്രാൻസിറ്റ് ടൈം വെറും 5 മിനിറ്റേ ഉള്ളൂ. ഏകദേശം ഒരു മണിക്കൂർ കൊണ്ട് സുഖമായിട്ട് നമുക്ക് ആംസ്റ്റർഡാം സെൻട്രലിൽ എത്താം. ഇതാണ് ഹേഗ് റെയിൽവേ സ്റ്റേഷൻ കേട്ടോ. എന്റെ പ്ലാറ്റ്ഫോമിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ വേറെ കുറെ ട്രെയിനുകൾ പോവും വരികയൊക്കെ ചെയ്യുന്നുണ്ട്. എന്റെ ട്രെയിൻ ഇതുവരെ എത്തിയിട്ടില്ല. ഏതാനും നിമിഷത്തിന്റെ ഉള്ളിൽ എന്റെ ട്രെയിനും വരും കേട്ടോ. ഐ എം ജസ്റ്റ് വെയിറ്റിംഗ് ഫോർ ദാറ്റ്. ഈ വരുന്നതാണ് എൻ്റെ ട്രെയിന്. ഇതിന് സീറ്റ് റിസർവേഷൻ ഒന്നും ഇല്ല കേട്ടോ. എവിടെ വേണം കയറാം. എനിക്കറിയില്ല ഇപ്പോൾ ഫസ്റ്റ് ക്ലാസ്സും സെക്കൻഡ് ക്ലാസ്സും ഒക്കെ ഉണ്ടെന്ന്. വലിയ തിരക്കൊന്നുമില്ല, അതുകൊണ്ട് ഈസി ആയിരുന്നു ട്രെയിനിൽ കയറുന്നതൊക്കെ. ഡോറിന് മേലെ ഒരു സൈക്കിളിൻ്റെ ചിത്രം കാണുന്നില്ലേ? നിങ്ങൾ സൈക്കിളിലാണ് ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് സൈക്കിൾ കൊണ്ടുപോകണമെങ്കിൽ നിങ്ങൾക്ക് ഈ ക്യാബിനിൽ വേണം കയറ്റാൻ വേണ്ടിയിട്ട്. എനിക്ക് പിന്നെ സൈക്കിൾ ഇല്ലാത്തതുകൊണ്ട് അവിടെ കയറേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് അതിൻ്റെ നെക്സ്റ്റ് ക്യാബിനിൽ ഞാൻ കയറി. ആ പാസഞ്ചേഴ്സിന്റെ ആറ്റിറ്റ്യൂഡ് നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. അവർ വെയിറ്റ് ചെയ്തു ഇറങ്ങാനുള്ള ആൾക്കാരൊക്കെ ഇറങ്ങാൻ വേണ്ടി. അതിനുശേഷം മാത്രമേ ആൾക്കാർ ട്രെയിനിൽ കയറിയിട്ടുള്ളൂ. ഇതൊരു ഡബിൾ ഡെക്കർ ട്രെയിനാണ്. താഴെയും മേലെയും സീറ്റിംഗ് ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്താ വെച്ചാൽ, ഈ ട്രെയിനിൽ ക്വയറ്റ് റൂം അല്ലെങ്കിൽ ഒരു സൈലന്റ് റൂം ഉണ്ട്. അവിടെ നിങ്ങൾ കയറുകയാണെങ്കിൽ നിങ്ങൾ ഒച്ചയെടുക്കാൻ പാടില്ല. വായിക്കാനും ഇയർഫോൺ വെച്ച് പാട്ട് കേൾക്കണമെങ്കിലൊക്കെ നിങ്ങൾക്ക് ആ റൂമിൽ കയറാം. അല്ല നിങ്ങൾ ഫ്രണ്ട്സിന്റെ കൂടെ പോവുകയാണ് അല്ലെങ്കിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ സംസാരിക്കുമെങ്കിൽ നിങ്ങൾ ആ റൂമിൽ കയറാതിരിക്കുക. അങ്ങനെ പറഞ്ഞ് നമ്മൾ ആംസ്റ്റർഡാം സെൻട്രലിൽ എത്തി. ഇനി നമുക്ക് ഇവിടുന്ന് പുറത്ത് കിടക്കണം. ആദ്യത്തിൽ എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, ബട്ട് പീപ്പിൾ വെർ വെരി ഹെൽപ്ഫുൾ. Tram. I have to go to the central, and you have to go to another exit. Up. Yes, you have to go. Maar je moet wel omlopen volgens mij. Yeah. Or you have to walk around because they are working here. Okay. So I will better go to the other side. You have to go to that side, so you can walk and then go another stair downstairs and upstairs. Okay. That way. Thank you. Have a nice time. Thank you. Where is the tram station? Tram. You have to go outside. Straight? You have to go down and then go outside of the station. Tram station outside? I'm sorry? Tram station. Yeah, tram station is outside. And where there. can I get the ticket? In the grey machines there, and otherwise in the white building outside. Okay, thank you. No problem. Can I get 1-day ticket? Yes. 9 euro, please. Yeah. Can I pay the card? Yes. Here you are. Thank you. And can you help me with this? This where it comes? Go up here on the left side.
അങ്ങനെ ഞാൻ അവിടെ നിന്ന് 1 day ടിക്കറ്റ് പർച്ചേസ് ചെയ്തു. ഡിഫറെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. 1 hour, 1 day, 2 day, 3 day, 4 day, 5 day, അങ്ങനെ ഡിഫറെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ 1 day ടിക്കറ്റ് എന്ന് വെച്ചാൽ 24 hours ആണ്. അത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. കാരണം ചില സ്ഥലത്ത് നമ്മൾ എപ്പോൾ ടിക്കറ്റ് എടുത്താലും 12 മണി കഴിഞ്ഞാൽ അത് ചിലപ്പോൾ വാലിഡ് ആയിരിക്കില്ല. പക്ഷേ ഇവിടെ 24 hours വാലിഡ് ആണ്. അത് നല്ലൊരു കാര്യം കേട്ടോ. ഇത് ആംസ്റ്റർഡാം സെൻട്രൽ സ്റ്റേഷന്റെ പുറത്തുള്ള വ്യൂ ആട്ടോ. ബ്യൂട്ടിഫുൾ ബിൽഡിംഗ് ആണിത്. ആ സിറ്റീന്റെ പ്രൗഡ് ഇത് എടുത്ത് കാണിക്കുന്നുണ്ട്. ഞാൻ ഈ ആംസ്റ്റർഡാം സെൻട്രൽ സ്റ്റേഷനിലേക്ക് ആദ്യമായിട്ടാണ് വരുന്നത്. പക്ഷെ ഞാൻ ഈ ബിൽഡിംഗ് ഇതിനു മുമ്പേ കണ്ടിട്ടുണ്ട്. നിങ്ങളും ചിലപ്പോൾ ഓർക്കുന്നുണ്ടാവും. നമ്മൾ മധുരഡാം പോയിട്ടില്ലേ, അവിടെ ഈ ആംസ്റ്റർഡാം സെൻട്രൽ സ്റ്റേഷന്റെ മിനിയേച്ചർ ഉണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്ക് പോകേണ്ടത് ഹോട്ടലിലേക്കാണ്. ഹോട്ടലിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല ഓപ്ഷൻ ട്രാം ആണ്. നമ്മൾ ഈ ആംസ്റ്റർഡാം സെൻട്രൽ സ്റ്റേഷൻ ഉണ്ടല്ലോ, ഇതിന്റെ നേരെ മുമ്പ് തന്നെ ട്രാം സ്റ്റേഷൻ ഉണ്ട്. ഇവിടുന്ന് ഹോട്ടലിലേക്ക് ഡയറക്റ്റ് ട്രാം ഉണ്ട് കേട്ടോ. 24 hours ട്രാവൽ കാർഡ് ഉള്ളതുകൊണ്ട് നമുക്കിനി ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. എത്ര പ്രാവശ്യം വേണമെങ്കിൽ നമുക്ക് ട്രാമിലും ബസ്സിലൊക്കെ നമുക്ക് കയറാൻ പറ്റും. അങ്ങനെ ട്രാമിൽ കയറിയിട്ട് നല്ലൊരു സിംഗിൾ സീറ്റ് പിടിച്ചു. വലിയ ഗ്ലാസസ് ആണ് കേട്ടോ ഈ ട്രാമിന്. അതുപോലെ തന്നെ വളരെ നീറ്റാണ്. അതുകൊണ്ട് പുറത്തത്തെ കാഴ്ചകളൊക്കെ നന്നായി കാണാൻ പറ്റും. അങ്ങനെ ട്രാം നീങ്ങി തുടങ്ങി. ദൂരത്ത് നമുക്ക് ആംസ്റ്റർഡാം സെൻട്രൽ സ്റ്റേഷന്റെ ഒരു ലോങ് വ്യൂ കാണാൻ പറ്റും. എന്ത് ബ്യൂട്ടിഫുൾ ആണല്ലോ ആ ബിൽഡിംഗ്. അതുപോലെ തന്നെ നമ്മുടെ മുമ്പിൽ കാണുന്ന ഈ കനാൽ ഉണ്ടല്ലോ, ഈ കനാലിന്റെ ബോട്ട് ടൂർ ഉണ്ട്. ഇതിന്റെ ബോർഡ് ഞാൻ പല സ്ഥലത്തും കണ്ടു കേട്ടോ. 14 euro ആണ് ഒരു അഡൽട്ട് ടിക്കറ്റിന്റെ പ്രൈസ് കേട്ടോ. അങ്ങനെ ട്രാം യൂസ് ചെയ്തിട്ട് നമ്മൾ നേരെ ഹോട്ടലിലേക്ക് എത്തി. ട്രാം സ്റ്റേഷനിൽ ഹോട്ടലിലേക്ക് വളരെ ചെറിയ ഡിസ്റ്റൻസേ ഉള്ളൂ കേട്ടോ. മാക്സിമം പോയാൽ 100 meters. ഹോട്ടലിന്റെ ലോബിയിൽ കുറെ വെൻഡിങ് മെഷീൻസ് ഒക്കെ വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് സ്നാക്സും ഡ്രിങ്ക്സ് ഒക്കെ ഉണ്ട്. വേണമെങ്കിൽ നമുക്ക് പൈസ കൊടുത്തിട്ട് വാങ്ങാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾ ടൂറൊന്നും പ്ലാൻ ചെയ്യാതെയാണ് അവിടെ എത്തിയിട്ടുള്ളതെങ്കിൽ അവിടെ ഒരുപാട് പാംപ്ലെറ്റ്സ് ഉണ്ട് ടൂറിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസും. അത് നോക്കി വിളിച്ചിട്ട് നിങ്ങൾക്ക് ടൂർ അറേഞ്ച് ചെയ്യാൻ പറ്റും. മാത്രമല്ല അവിടെ ആ സിറ്റീന്റെ മാപ്പും ഉണ്ട്. ആ മാപ്പ് ഉപയോഗിച്ച് നമുക്ക് നാവിഗേറ്റ് ചെയ്യാൻ പറ്റും. ഹോട്ടലിൽ ഞാൻ ബുക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എടുത്തിട്ടില്ല. ബ്രേക്ക്ഫാസ്റ്റിന്റെ പൈസ കണ്ടില്ലേ, 5 euro ആണ്. ഒരു ക്രോസോ, ഒരു കോഫി, ഒരു ജാം. ഇതിന്റെ പകുതി പൈസ ഉണ്ടെങ്കിൽ നമുക്ക് സൽക്കാരം 3 പൂരി, നല്ലൊരു ബാജി, ഒരു ചായയും കുടിക്കാം കേട്ടോ. നിങ്ങൾക്ക് സൈക്കിൾ അവിടെ നിന്ന് വാടക എടുക്കണമെങ്കിൽ ഓപ്ഷൻ ഉണ്ട്. പിന്നെ റൂമിന്റെ കാര്യം അതിങ്ങനെയാണ് കേട്ടോ. റൂം ഇത്ര ചെറിയ റൂം എൻ്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷെ റൂം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. വാഷ്റൂം വൃത്തിയൊക്കെ ഉണ്ട്. ഓക്കെ, വളരെ ചെറിയ റൂമാണ്. പക്ഷെ ഞാൻ ഒരാളെ ഉള്ളൂ, അതുകൊണ്ട് തന്നെ പ്രശ്നമില്ല. ഇവിടെ വാക്കിംഗ് ടൂർ നടക്കുന്ന സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഒരുപാട് ടൂർ പീപ്പിൾ ആൾക്കാരുണ്ട്. പക്ഷെ ആരാണ് എൻ്റെത് ടൂർ എന്നറിയില്ല. ഞാനിങ്ങനെ നോക്കി നടക്കുകയാണ് ആരാണെന്ന്. നോക്കാം നമുക്കിപ്പോൾ 9:10 ആയതേ ഉള്ളൂ. 10:30 ടൂർ. അപ്പോൾ 10:15 എത്താൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. നോക്കാം. താരക്കിൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ ഏർലി മോർണിംഗ് സ്റ്റാർട്ട് ചെയ്തല്ലോ. ഏകദേശം 7 മണിക്ക് സ്റ്റാർട്ട് ചെയ്തു. അതുകൊണ്ട് ഞാനൊന്നും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. പക്ഷെ ഞാൻ ഇറങ്ങാൻ നേരത്ത് എനിക്കൊരു പൊതി തന്നു ജൂലി. യെസ്, ഷീ ഹാസ് പാക്ഡ് ബ്രേക്ക്ഫാസ്റ്റ് ഫോർ മീ. ഷീ നോസ് ദാറ്റ് ഐ ആം ഓൺ എ ബഡ്ജറ്റ് ട്രിപ്പ്. ബട്ട് ഇറ്റ് ഈസ് ഹാർഡ്ലി ടു ഫൈൻഡ് പീപ്പിൾ ലൈക്ക് ഹർ ഹു വിൽ ഗോ ടു എൻ എക്സ്ട്രാ മൈൽ ബൈ പാക്കിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ടു എ പേഴ്സൺ whom she had never met before. On the first evening, she and her kids had party outside. For any lady for that matter, including my wife, would have asked to come home after having dinner from outside. But she made Gujarati dinner for me and Tarak. Next morning, she found out I like to try different food. Hence, she prepared breakfast accordingly. That you already seen in episode number 2. And this is the ultimate one. She woke up early, cooked breakfast for me, and gave it to me for having it during the day. It's really difficult to find people like this who knows that she will not get any help from me. Still, she considers me as a brother and help out. Thanks a lot, Julie, for your wonderful hospitality. അങ്ങനെ നമ്മളിപ്പോൾ ഉള്ളത് ഡാം സ്ക്വയറിലാണ്. ആംസ്റ്റർഡാമിന്റെ സെന്റർ എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ഡാം സ്ക്വയർ ആണ്. ടൂറിസ്റ്റ് ആണെങ്കിൽ ഏറ്റവും നല്ല സ്ഥലം താമസിക്കാൻ ഡാം സ്ക്വയർ ആണ്. അവിടുന്ന് എല്ലാ അട്രാക്ഷനിലേക്കും വളരെ കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ. ഓൺ ദ അതർ ഹാൻഡ് ഡാം സ്ക്വയർ വളരെ കോസ്റ്റ്ലി ആണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ആ പ്രൈസ് അഫോർഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ബെറ്റർ യു സ്റ്റേ ഇൻ ഡാം സ്ക്വയർ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ അടുത്തുള്ള നെയ്ബർഹുഡിൽ താമസിക്കാം. നിങ്ങൾ കുറച്ച് ദൂരെ താമസിച്ചാൽ പ്രശ്നമൊന്നുമില്ല കേട്ടോ. കാരണം ആംസ്റ്റർഡാമിലെ പബ്ലിക് ട്രാൻസ്പോർട്ട് സൂപ്പറാണ്. ഇവിടുത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് തോന്നുന്നു. ഇതേപോലത്തെ സാധനം നമ്മൾ ന്യൂയോർക്കിൽ കണ്ടിട്ടുണ്ട്. ഏകദേശം ഇതിനേക്കാളും വലിയ സൈസ് ആൾക്കാരൊക്കെ ഇതിൻ്റെ മേലെ കയറി ഇരിക്കുകയുണ്ട് ന്യൂയോർക്കിലുള്ളതിൽ. ഇതിൻ്റെ മുമ്പിലാണ് നമ്മുടെ വാക്കിംഗ് ടൂർ സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. അങ്ങനെ വാക്കിംഗ് ടൂർ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. സ്റ്റീഫൻ എന്ന് പറഞ്ഞിട്ടൊരാളാണ് വാക്കിംഗ് ടൂർ ഹെഡ് ചെയ്തത്. ഗുരു വാക്ക് എന്ന് പറഞ്ഞിട്ടൊരു സൈറ്റിൽ നിന്നാണ് ഞാൻ ഈ
വാക്കിംഗ് ടൂർ സെലക്ട് ചെയ്തത്. ഇതൊരു പ്യുവർലി ടിപ്പ് ബേസ്ഡ് വാക്കിംഗ് ടൂറാണ്, അല്ലെങ്കിൽ ഒരു ഫ്രീ വാക്കിംഗ് ടൂറാണ്. പക്ഷെ നമ്മൾ ഈ വാക്കിംഗ് ടൂർ എടുത്തു കഴിഞ്ഞാൽ പൈസ കൊടുക്കാതെ വരരുത്, നമ്മൾ എന്തെങ്കിലും അയാൾക്ക് ടിപ്പ് ചെയ്യണം. കാരണം ഇത് അയാളുടെ ഒരു വരുമാന മാർഗ്ഗമാണ്. വാക്കിംഗ് ടൂർ ഒരുപാട് അട്രാക്ഷൻസിലേക്ക് നമ്മളെ കൊണ്ടുപോകും. പക്ഷെ അതൊന്നും എനിക്കിവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല കേട്ടോ. അത് മാത്രമല്ല, ഈ ആംസ്റ്റർഡാമിൻ്റെ കൾച്ചർ, ആംസ്റ്റർഡാം എങ്ങനെയാണ് ആയത്, എങ്ങനെയാണ് ഇവിടെ ട്രാൻസ്ഷിപ്മെൻറ്റ് വന്നത്, അതിനെക്കുറിച്ചിട്ടൊക്കെ അദ്ദേഹം എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. അതുപോലെ തന്നെ വേൾഡ് വാർ 2 സമയത്ത് നാസീസ് ഇവിടെ ഒക്യുപ്പൈ ചെയ്തതും ജ്യൂസിനെ ഡീപ്പോർട്ട് ചെയ്തതും കൊന്നതും ഇതിനെ കുറിച്ചിട്ടുള്ള കഥകളൊക്കെ പറഞ്ഞു തന്നു സ്റ്റീഫൻ. എൻ്റെ അഭിപ്രായത്തിൽ ഒരു 2 നൈറ്റ്, ഏകദേശം 2.5 ഡേ വേണം ഈ ആംസ്റ്റർഡാം ചുറ്റി കാണാൻ വേണ്ടിയിട്ട്. എൻ്റെ അടുത്ത് വെറും 1 നൈറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അപ്രോക്സിമേറ്റ്ലി 1.5 days. അതുകൊണ്ട് സ്റ്റീഫൻ പറഞ്ഞ ചില അട്രാക്ഷൻസ്, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആറ്റിക് ചർച്ച്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ എനിക്ക് കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും എനിക്ക് കാണാൻ പറ്റിയില്ല, കാരണം സമയം ഉണ്ടായിരുന്നു. ആംസ്റ്റർഡാമിൽ നിങ്ങൾ പ്രത്യേകിച്ച് അട്രാക്ഷൻസിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല, അത്രയ്ക്കും ബ്യൂട്ടിഫുൾ ആണ് ആംസ്റ്റർഡാം സിറ്റി. ആംസ്റ്റർഡാമിൻ്റെ തെരുവിലൂടെ വെറുതെ ഒന്ന് നടന്നാൽ മതി, നിങ്ങൾക്ക് അത്രയ്ക്കും എൻജോയ് ചെയ്യാൻ പറ്റും. ഇതാണ് കുറച്ച് ആംസ്റ്റർഡാമിൻ്റെ സിറ്റീൻ്റെ കുറച്ച് വ്യൂസ്. Eberhard is also the name of our previous mayor, Eberhard van der Laan. And he worked in this building, and he was a really well-loved mayor. Unfortunately, he got sick while he was in office. He passed away, but he... ഇതാണ് കേട്ടോ നമ്മുടെ ഗൈഡ് സ്റ്റീഫൻ. ഇദ്ദേഹം നമുക്കൊരു ബിസ്ക്കറ്റ് ഓഫർ ചെയ്തു. അവിടെ ഉണ്ടാക്കുന്നൊരു ബിസ്ക്കറ്റ് ആയിരുന്നു അത്. കിട്ടുകയാണെങ്കിൽ വാങ്ങണം എന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷെ ഞാൻ എവിടെ തപ്പിയിട്ടും ആ ബിസ്ക്കറ്റ് കണ്ടിട്ടില്ല. പക്ഷെ ഏറ്റവും അധികം സുലഭമായി കാണാൻ പറ്റിയ സാധനം എന്താണെന്നല്ലേ? ഇതാണ് എനിക്ക് അവിടെ ഏറ്റവും അധികം സുലഭമായി കാണാൻ പറ്റിയ സാധനം. ഇതെന്താണെന്ന് ഞാൻ പറഞ്ഞില്ല, കാരണം നിങ്ങൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും ഇതെന്താണെന്ന്. ഇതിൻ്റെ പല വെറൈറ്റീസ്, പല ലെവലിലുള്ള സാധനങ്ങൾ, പല തരത്തിൽ ഗമ്മീസ് ആയിട്ടുണ്ട്, മുട്ടായി ആയിട്ടുണ്ട്, കേക്ക് ആയിട്ടുണ്ട്, ബ്രൗണീസ് ആയിട്ടുണ്ട്. അതിന് ഡിഫറെൻറ്റ് വെറൈറ്റീസ് അവിടെ അവൈലബിൾ ആയിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് ചെറിയ ആഗ്രഹം ഉണ്ടായിരുന്നു ഇതൊന്ന് ട്രൈ ചെയ്യണമെന്നുണ്ട്, ഇതിൻ്റെ മൈൽഡ് വേർഷൻ ഒന്ന് ട്രൈ ചെയ്താൽ കൊള്ളാമെന്ന് എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഞാനൊരു സോളോ ട്രാവലർ, എൻ്റെ കൂടെ ആരില്ല. അതുകൊണ്ട് എനിക്ക് ആ ഒരു റിസ്ക് എടുക്കാൻ എനിക്ക് പേടിയായിരുന്നു, കാരണം ഇതിൻ്റെ എഫക്റ്റ് എന്താണെന്ന് എനിക്ക് അറിയില്ല. അതുകൊണ്ട് എൻ്റെ ആ മോഹം ഞാൻ അവിടെ വെച്ചിട്ട് ഉപേക്ഷിച്ചു. ഇനി ഞാൻ ആംസ്റ്റർഡാമിലേക്ക് വരുമോ? ആംസ്റ്റർഡാം ഒരു ബ്യൂട്ടിഫുൾ സിറ്റിയാണ്, എത്ര വന്നാലും നമുക്ക് മതിയാവില്ല. പക്ഷേ പുതിയ രാജ്യങ്ങളാണ് ഞാൻ കാണാൻ പോകുന്നത്. അതുകൊണ്ട് ഇനി ഞാൻ ആംസ്റ്റർഡാമിലേക്ക് വരുമോ എന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് എനിക്കിതൊരിക്കലും ട്രൈ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ നമുക്കിതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡ് നമുക്ക് എടുക്കാൻ പറ്റും. ഒരിക്കലും ട്രൈ ചെയ്യാൻ പാടില്ലാത്തൊരു സാധനമാണ്, പ്രത്യേകിച്ച് ഞാൻ ഒരിക്കലും ഇത് ട്രൈ ചെയ്യാൻ പാടില്ലാത്തൊരു സാധനമാണ്. അതുകൊണ്ടായിരിക്കാം ഇതിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് കിട്ടായിരുന്നത്. നിങ്ങളിപ്പോൾ ഇത് കേട്ട് ചിരിക്കുന്നുണ്ടാവും, ഓ കിട്ടാത്ത മുന്തിരി പുളിക്കും അല്ലേ? അങ്ങനെ വിചാരിക്കുകയാണെങ്കിൽ അങ്ങനെ നമുക്ക് ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് നിർത്താം. കൈൻഡ്ലി ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ ബേങ്കി. പുതിയ എപ്പിസോഡിൽ ആൻ ഫ്രാങ്ക് മ്യൂസിയവുമായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. Till then, bye-bye, sayonara. Stop. We do the swirling around. Yes.